ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയടത്തിക്ക് വേണ്ടി നമ്മുടെ മീനുവും അതുപോലെ മിത്രയും ഒക്കെ ആനന്ദിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആര്യനും ആകാശും തൻ്റെ ഏട്ടനോട് ഏടത്തിക്ക് വേണ്ടി സംസാരിക്കില്ല എന്നൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് കേട്ടോ. അപ്പം ദേവി ഇനി തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നൊരു നിലപാടിൽ തന്നെ ആനന്ദും എത്തിച്ചേർന്നിട്ടുണ്ട്. തന്നെ വഞ്ചിച്ച അച്ഛനും അമ്മയോടും കൂടെ ചേർന്ന് തന്നോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ ദേവി ഇനിയും ഇത് ആവർത്തിക്കും എന്നൊരു ചിന്ത തന്നെയാണ് ആനന്ദ് മനസ്സിലുള്ളത്. അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് അവൾ ഒരിക്കലും വരാൻ പാടില്ല. ദേവിയോട് ഇപ്പം ഉള്ള ദേഷ്യമൊക്കെ തൻ്റെ കുടുംബത്തിലുള്ളവർക്കും പതിയെ മാറും. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നതിന് മുന്നേ താൻ തന്നെ ഒരു തീരുമാനം എത്തിച്ചേരണം എന്ന് ആനന്ദും മനസ്സിൽ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ദേവമംഗലത്ത് ആരോടും പറയാതെ ആനന്ദ് അത് ചെയ്യുക. മറ്റൊന്നുമല്ല, ഒരു വക്കീലിനെ പോയി കണ്ട് ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയാണ്. അപ്പോൾ ദേവമംഗലത്ത് ആരും ഇക്കാര്യം അറിയുന്ന പോലും ഇല്ല. എല്ലാവരും പതിയെ അറിഞ്ഞാൽ മതി എന്ന് ആനന്ദും മനസ്സിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം പോസ്റ്റ്മാൻ ദേവിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പം ഉദയഭാനു ശ്രീകലയൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഉദയഭാനു ഇറങ്ങി ചെല്ലുന്നേ, പിന്നാലെ ശ്രീകലയുണ്ട്. ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പം ശ്രീദേവി എന്നുള്ള ആള് ഇവിടെ അല്ലേ എന്ന് ചോദിക്കുക. അതെ, ശ്രീദേവിക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ട് എന്ന് പറയാം. അപ്പം ദേവിയെ വിളിക്കൂ കേട്ടോ. ദേവി അങ്ങോട്ട് ഇറങ്ങി വരിക. എനിക്ക് രജിസ്റ്റേർഡോ, എനിക്കിപ്പോൾ ഇത് ആരാ അയക്കാനാ എന്നൊക്കെയുള്ള ചിന്തയിൽ എന്താകുമെന്നുള്ള ആകാംക്ഷയിൽ ദേവി അത് ഒപ്പിട്ട് മേടിക്കുകയാണ്. അപ്പം എന്താ മോളെ, എന്താ കാര്യം എന്ന് ഉദയഭാനു ശ്രീകലയും അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, ഞാനത് പൊട്ടിച്ചു നോക്കട്ടെ എന്ന് ദേവി പറയണം കേട്ടോ. അങ്ങനെ ദേവി അത് തുറന്നു നോക്കുകയാണ്. അപ്പോൾ തുറന്നു നോക്കിയാൽ അത് വായിച്ചു കഴിയുന്ന ദേവിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. അക്ഷരങ്ങൾ പോലും ദേവിയുടെ മുന്നിൽ തെളിയുന്നില്ല. അതുപോലെ കണ്ണുകൾ നിറഞ്ഞിട്ട് വായിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ദേവി ആ നോട്ടീസും പിടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി അങ്ങ് വീഴാണ്. അപ്പോൾ ദേവിയുടെ തകർന്ന അവസ്ഥ കാണുന്ന ഉദയഭാനു ശ്രീകലയും രണ്ട് വശത്ത് നിന്ന് പോയി പിടിക്കുക. എന്താ മോളെ, എന്താ കാര്യം, നിന്നെ ഇത്രയധികം തകർത്ത് കളഞ്ഞ് എന്താ അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പം പെട്ടെന്ന് ഉദയഭാനു അത് ദേവിയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. എന്നിട്ട് അത് നോക്കുമ്പം അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ഡിവോഴ്സ് നോട്ടീസാണ്. എന്താ ഉദയേട്ടാ, എന്താ അതിലുള്ളത് എന്ന് പറയാം. ആനന്ദ് ദേവി ഉപേക്ഷിക്കാൻ തീരുമാനിക്കാനോ? ഇത് ഡിവോഴ്സ് നോട്ടീസാ എന്ന് പറയാണ്. ഡിവോഴ്സ് നോട്ടീസ് ഇവർക്ക് അയച്ചിരിക്കോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? അതിന് അവൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? വിവാഹബന്ധം ഏർപ്പെടുത്തണമെങ്കിലേ എൻ്റെ മോളും കൂടി സമ്മതിക്കണ്ടേ എന്ന് പറയാം. പക്ഷെ അച്ഛനും അമ്മയും പറയുന്നതൊന്നും കേൾക്കാൻ പോലും ദേവിക്ക് പറ്റുന്നില്ല കേട്ടോ. ദേവിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. തൻ്റെ ജീവിതത്തിൽ നിന്നും ആനന്ദേട്ടൻ എന്നെ എന്നേക്കുമായി എടുത്തു കളയാൻ തീരുമാനിച്ചോ? ആനന്ദേട്ടൻ്റെ മനസ്സിൽ അത്രയധികം വെറുപ്പ് എന്നോടുണ്ടായോ എന്നൊക്കെ ചിന്ത ദേവിയെ തകർത്ത് കളയാണ്. അപ്പോൾ അവിടെ വീണ് പോവാ ദേവിയെ. അപ്പോൾ ഉദയഭാനു ശ്രീകലയും കൂടി ഒരു വിധത്തിൽ അവളെ പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി ഇരുത്താണ്. എന്നിട്ട് വെള്ളമൊക്കെ കുടിപ്പിക്കാം. എനിക്കിപ്പോൾ ആനന്ദേട്ടനെ കാണണം എന്ന് പറഞ്ഞ് ദേവി വല്ലാതെ വെള്ളം വെക്കുക. എന്തിന്? നിന്നെ ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചില്ലേ? ഇത്രയും നാളും അവൻ മനസ്സ് മാറി നിന്നെ കൂട്ടിക്കൊണ്ട് ഇവിടെ വരുമെന്ന് കരുതി ക്ഷമിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ഇനി എന്തായാലും ഞാൻ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ശ്രീകല പറയണം. ഇനി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇപ്പം ഡിവോഴ്സ് നോട്ടീസ് അയച്ച ആ ആനന്ദുണ്ടല്ലോ, അവൻ തന്നെ കരഞ്ഞ് കാല് പിടിച്ച് എൻ്റെ മോളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ അമ്മ കാണിച്ചു തരാടി എന്ന് പറയാം. മോള് സമാധാനപ്പെടുക എന്ന് പറയണം. എങ്ങനെ സമാധാനപ്പെടുവമ്മേ? ആ ജീവിതത്തിൽ ഇനി എനിക്ക് സ്ഥാനമില്ലെന്നല്ലേ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? എൻ്റെ ആനന്ദേട്ടൻ എന്നെ വെറുത്തു. എല്ലാവർക്കും ഇപ്പം സമാധാനമായല്ലോ. ഇനി ഒരിക്കലും ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞ് ദേവി ആകെ കരയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനു പറയും, മോളെ ദേവി, നീ സമാധാനപ്പെട്. അങ്ങനെ അവന് നിന്നെ ഉപേക്ഷിക്കാനൊന്നും സാധിക്കില്ല. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പം അതിനൊട്ട് സമ്മതിക്കേയില്ല. നിനക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറയാം. അപ്പോൾ ശ്രീകലയും പറയും, അതെ, ഇത്രയും കാലം നിന്റെ അച്ഛൻ ചെയ്യുന്നതെല്ലാം അനുസരിച്ചിട്ടുള്ളവളാ നിന്റെ ഈ അമ്മ. പക്ഷെ ഇനി ഞാൻ പറയും, ഉദയേട്ടൻ അനുസരിക്കും. നമ്മുടെ മകളെ വേണ്ടെന്ന് വെക്കാനൊന്നും അവനെ കൊണ്ട് സമ്മതിപ്പിക്കരുത്. അവൻ ഇവിടെ വരണം. എന്നോട് അവർ ചെയ്തതൊന്നും നാം മറന്നിട്ടില്ല. ആ വീടിന്റെ മുറ്റത്തിട്ട് നമ്മളെ അപമാനിച്ചവർ തന്നെ നമ്മുടെ കാലിൽ വീണ് മാപ്പ് പറയണം. നമ്മുടെ മകളെ കൊണ്ടുപോവുകയും ചെയ്യണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ശ്രീകല പറയാണ് കേട്ടോ. ഇതേ സമയം ദേവി പെട്ടെന്ന് മുറിയിലേക്ക് പോയി മീനുവിനെ ഫോൺ വിളിക്കുകയാണ്. അപ്പം ദേവിയുടെ കരഞ്ഞോണ്ടുള്ള ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്തു പറ്റി എടത്തിക്ക് എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് മീനു ചോദിക്കുക. മീനു, നിങ്ങളെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണോ ആനന്ദേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കുക. ആനന്ദേട്ടൻ എന്ത് തീരുമാനം എടുത്തെന്ന് എടത്തി എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആനന്ദേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു മീനു. എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് പോസ്റ്റ്മാൻ അതുകൊണ്ട് തന്നു. അപ്പം അത് കേൾക്കുന്ന മീനു വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക.
ഏടത്തി എന്തൊക്കെയാ ഈ പറയുന്നേ? ആനന്ദേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് ഏടത്തിക്ക് അയച്ചെന്നോ? ഇല്ല ഏടത്തി, ഞങ്ങൾ ആരും ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. വീട്ടിൽ ആനന്ദേട്ടൻ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും ഒന്നും ഒരിക്കലും ഇത് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അപ്പം മീനു പറയാണ്. അപ്പം ആനന്ദേട്ടൻ സ്വന്തം ഇങ്ങനൊരു തീരുമാനം എടുത്തു അല്ലേ? എന്നെ വേണ്ടാന്ന് വെച്ചു അല്ലേ? പക്ഷെ മീനു, ആനന്ദേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങളും ആനന്ദേട്ടനും ഒക്കെ അല്ലേ എൻ്റെ ജീവിതം. നിങ്ങളെല്ലാവരും ഇല്ലാതെ ഇത്രയും ദിവസം തന്നെ ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിന്നതെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എൻ്റെ ആനന്ദേട്ടന് എന്നെ വേണ്ടെന്ന്. മീനു, നീ ഒന്ന് സംസാരിക്കുമോ ആനന്ദേട്ടനോട് എനിക്ക് വേണ്ടി? ഒരിക്കലും ആ മനുഷ്യനെ ചതിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല മീനു. എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഒരുപാട് കള്ളങ്ങൾ ഞാൻ പറഞ്ഞു പോയി. അതിനാ കാല് വീണ് ഞാൻ മാപ്പ് പറയാം, അവിടെയുള്ള എല്ലാവരോടും പറയാം. പക്ഷെ എന്നെ ഇങ്ങനെ ഒഴിവാക്കല്ലേ എന്നും പറഞ്ഞ് കരയാം. എടുത്ത് സങ്കടപ്പെടാതിരിക്കുക. അച്ഛനും അമ്മയും ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ അവർ ഒരിക്കലും ഇതിനെ അനുകൂലിക്കില്ല. ഒരു ബന്ധം ഏർപ്പെടുത്താനൊന്നും അമ്മയും അച്ഛനും സമ്മതിച്ചു തരത്തുമില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഏടത്തേക്ക് അറിയില്ലേ? വീട്ടിൽ ഇക്കാര്യം ആനന്ദേട്ടൻ ആരോടും പറയാതെയാ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഞാൻ വീട്ടിൽ ചെല്ലട്ടെ, വീട്ടിലെല്ലാവരോടും ഇതിനെപ്പറ്റി പറയാം, ഏടത്തി സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറയാം. മീനു, എന്നെ ഒഴിവാക്കല്ലേ മീനു എന്നും പറഞ്ഞ് ദേവി വീണ്ടും കരയാണ്. ഏടത്തി ഇങ്ങനെ പാനിക്കാവല്ലേ, ഒന്നും സംഭവിക്കില്ല. ആനന്ദേട്ടൻ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. ഞാൻ ഇന്ന് വീട്ടിൽ പോയി സംസാരിച്ചതിന് ശേഷം ഏടത്തെ വിളിക്കാം എന്ന് പറയാം. മീനു, നീ മറന്നു പോകല്ലേ കേട്ടോ, എന്നെ ഉറപ്പായിട്ടും വിളിക്കണേ. വിളിക്കാം ഏടത്തി എന്നും പറഞ്ഞ് ഒരു വിധത്തിൽ മീനു ദേവിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം കേട്ട വാർത്തയെ മീനുവിന് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. ആനന്ദേട്ടൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഏടത്തെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക എന്നൊരു തീരുമാനം എടുത്തോ എന്നുള്ള ചിന്ത പോലും മീനുവിനെ തകർത്ത് കളയാണ്. അപ്പം മീനു ആകെ പെട്ടെന്ന് തന്നെ ലീവ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുക. അപ്പം നേരത്തെ മീനു വീട്ടിലേക്ക് വരുന്ന കാണുന്ന ഗോമതി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മീനു, നീ എന്താ ഇന്ന് നേരത്തെ എന്ന് ചോദിക്കുക. അപ്പം മീനു ഒന്നും പറയാനില്ലാത്തതുപോലെ സെറ്റിലേക്ക് പോയിരിക്കുക. എന്താ മീനു, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഗോമതി അപ്പം ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്രയും അനു ഒക്കെ അടുത്തേക്ക് വരിക. അമ്മേ, ഏടത്തി എന്നെ ഇന്ന് വിളിച്ചിരുന്നു എന്ന് പറയാം. ദേ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മീനു, അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മേ, ഇതൊന്നും അല്ല. ഒരു കാര്യം ഏടത്തി എന്നെ അറിയിച്ചു. അമ്മയ്ക്ക് എന്തേലും അതിനെപ്പറ്റി അറിയാവോ എന്ന് ചോദിക്കുക. ഏയ്, അമ്മ ഒരിക്കലും അറിഞ്ഞു കാണില്ല എന്ന്. നീ എന്താണെന്ന് വെച്ച കാര്യം പറ. അവള് പുതിയ കള്ളത്തരം എന്തേലും നിന്നോട് പറഞ്ഞു കാണും. നീ അത് വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുവാണോ എന്ന് ചോദിക്കുക. അമ്മേ, ഏടത്തി അങ്ങനെ കള്ളമൊന്നും അല്ല പറഞ്ഞത്. ആനന്ദേട്ടൻ ഏടത്തെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന്, ഏടത്തിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്ന്. അപ്പം അത് കേൾക്കുന്ന മിത്രയും മീനും പരസ്പരം ഞെട്ടി നോക്കുക. മീനു ചേച്ചി എന്താ ഈ പറയുന്നത്? ആനന്ദേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയോ എന്ന് മിത്ര വിശ്വസിക്കാൻ കഴിയാതെ ചോദിക്കും. അതേ മോളെ, ഏടത്തി എന്നെ വിളിച്ചിരുന്നു. നമ്മളെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് ആ പാവം എന്നോട് ചോദിച്ചു. ശരിയാ, ഏടത്തി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ലല്ലോ. ആ ഫ്രോഡ് വീട്ടുകാര് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതല്ലേ. ഏടത്തിക്കും അവരെ എതിർക്കുന്നതിന് പരിധികൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഏടത്തി ചെയ്ത തെറ്റിന് ഇത്രയ്ക്കും വലിയ ശിക്ഷ ആ പാവത്തിന് കൊടുക്കണോ എന്ന് മീനു ചോദിക്കുക. അത് കേൾക്കുന്ന ഗോമതി പറയും, ആനന്ദ് ഇങ്ങനൊരു തീരുമാനം എടുത്തതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. എന്നോടോ ബാലേട്ടനോടോ അവൻ ഇക്കാര്യം പറഞ്ഞിട്ടുമില്ല. അവൻ വരുമ്പം ഇതിനെപ്പറ്റി ഞാൻ ചോദിക്കാം. പക്ഷെ അവനോട് ഒരിക്കലും എനിക്ക് ദേവിക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ സാധിക്കില്ല. അവൻ്റെ ജീവിതം ഏത് വിധേന പോയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കും. അവന് എടുത്ത തീരുമാനം ശരിയാണെങ്കിൽ അവൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യും. അവന് ദേവിയെ വേണ്ട എന്നാണെങ്കിൽ ഒരിക്കലും അവനെ ഞങ്ങൾ നിർബന്ധിക്കില്ല. ഇനി മറിച്ച് ദേവിയോട് ക്ഷമിക്കാൻ അവൻ ഒരുക്കമാണെങ്കിൽ അവളെ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഗോമതി പറയാണ്. അമ്മ എന്താ ഈ പറയുന്നത്? ഡിവോഴ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്തിനും പരിഹാരമാണോ? ഏടത്തിയുടെയും ഏട്ടൻ്റെയും ജീവിതം പിന്നെ എന്തായി തീരും എന്ന് മീനു അപ്പ ചോദിക്കുക. അമ്മയെ ഇതിനെ കൂട്ടു നിൽക്കരുത്. ആനന്ദേട്ടനോട് ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ബന്ധം വേർപെടുത്താൻ എളുപ്പമാണ്, പക്ഷെ ഒന്നിച്ച് ജീവിക്കാനേ അമ്മേ ബുദ്ധിമുട്ട് എന്ന് മീനു ഗോമതിയോട് പറയാണ്. അവനോട് ഞാൻ സംസാരിക്കാം, പക്ഷേ അവനിതിന് താല്പര്യമാണ്. ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇഷ്ടമെങ്കിൽ അവന് ഒരു പരിധിക്കപ്പുറം എനിക്ക് എതിർക്കാൻ സാധിക്കില്ല മീനു എന്നും പറഞ്ഞ് ഗോമതി അകത്തേക്ക് പോവാം. അപ്പം മീനുവിനോട് അങ്ങനെ പറഞ്ഞെങ്കിലും ആനന്ദ് ഇത്രയും വലിയൊരു തീരുമാനം ഒറ്റയ്ക്കെടുക്കുമെന്ന് നമ്മുടെ ഗോമതിയും കരുതിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ബന്ധമൊന്നും വേർപെടുത്താൻ ഗോമതിക്കും താല്പര്യമില്ല. അപ്പം ഗോമതി പെട്ടെന്ന് തന്നെ ബാലനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ബാലനും ഒരുപാട് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും ബാലൻ പറയും, അവൻ അത്രയധികം വെറുത്തു പോയിട്ടുണ്ടാകില്ലേ, നമ്മളോട് രണ്ടുപേരോടും പോലും ചോദിക്കാതെ അവൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ദേവിയെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാകില്ലേ ഗോമതി എന്ന് ചോദിക്കുക. നമ്മുടെ മകൻ അത്രയധികം വേദനിക്കുന്നുണ്ട്. ഇനി എന്ത് തീരുമാനം അവനെടുത്താലും അവനെ അനുകൂലിച്ച് ഞാൻ നിൽക്കൂ എന്ന് തീർത്ത് ബാലനും പറയണേ കേട്ടോ. എങ്കിലും വീട്ടിൽ വരുമ്പം അവനോട് ഇതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കണം
പോകണമെന്ന് ബാലനും തീരുമാനിക്കുക. അങ്ങനെ വൈകുന്നേരം ആനന്ദിനോട് ഇക്കാര്യം നമ്മുടെ ബാലനും ഗോമതിയും എല്ലാവരും കൂടി ചോദിക്കാൻ തന്നെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നോട് എന്തോ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത് കാണുമ്പോഴേ ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് കിട്ടി എന്ന് ഏകദേശം നമ്മുടെ ആനന്ദിനും ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ആനന്ദിനോട് ഗോമതി ചോദിക്കും, നീ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിട്ട് തന്നെയാണോ, ശരിക്കും ആലോചിച്ചെടുത്തൊരു തീരുമാനമാണോ? മീനു പറഞ്ഞു ഇന്ന് ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന്. അവളെ നിന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തന്നെയാണോ എന്ന് ചോദിക്കാം. അപ്പം ഗോമതിയോട് നമ്മുടെ ആനന്ദ് പറയും. ഗോമതിയോട് മാത്രമല്ല ബാലൻ്റെ അടുത്തേക്ക് കൂടി ചേർന്ന് നിന്നിട്ടാ പറയാം, അച്ഛ അമ്മേ ഒരുപാട് ഞാൻ സഹിച്ചു. ഒരു ബന്ധം ഒഴിവാക്കുന്നതൊക്കെ എളുപ്പമാണെന്ന് എനിക്കും അറിയാം, ഒരുമിച്ച് ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ അല്പം പോലും വിശ്വാസമില്ലാത്ത ഒരാളുടെ കൂടെ ഇനിയും മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ലമ്മേ. ഒരുപാട് നാള് അവളും അവളുടെ കുടുംബവും ഒരു കോമാളിയാക്കി എന്നെ മാറ്റിയതാ. ഇനി അവളോട് ക്ഷമിക്കാനൊന്നും ഉള്ള മനസ്സെനിക്കില്ല. എനിക്ക് അല്പ സമാധാനം വേണം. ഇനിയും എനിക്കിങ്ങനെ നീറി ജീവിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അവളെ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നും പറഞ്ഞ് ആനന്ദ് കരയാണ് കേട്ടോ. തൻ്റെ മകൻ്റെ അവസ്ഥ കാണുന്ന ഗോമതിയും ബാലനും ശരിക്കും തകർന്നു പോവാ. അപ്പം ബാലൻ പറയുന്നുണ്ട്, മോനെ ദേവിയോട് ഒരിക്കൽ പോലും ക്ഷമിക്കാൻ നിനക്ക് സാധിക്കില്ലേ എന്ന് ചോദിക്കാം. ഇല്ലച്ച, എനിക്കിനി അവളോട് ക്ഷമിക്കാനായിട്ട് സാധിക്കത്തില്ല. ദയവ് ചെയ്ത് അച്ഛനും അമ്മയും അവളെ തിരികെ വിളിക്കണമെന്ന് മാത്രം എന്നോട് പറയരുത്. നിങ്ങളെ ധിക്കരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറയാം. അതോടുകൂടി ഗോമതിയും ബാലനും വീണ്ടും കൂടുതലൊന്നും പറയാതെ അവിടെ വെച്ച് നിർത്തുക. അപ്പം മീനു പക്ഷേ ഏടത്തിക്ക് വേണ്ടി ഏട്ടനോട് സംസാരിക്കണം എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിക്കും, ഏടത്തി ഒരു പാവമല്ലേ? ശരിയാ, ഏടത്തി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ അതിന് ഇത്രയും നാളും കൊടുത്തില്ലേ? ഇനിയും ആ പാവത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കണോ? ഏടത്തി ഈ കുടുംബത്തോടും ആനന്ദേട്ടനോടും ഒക്കെ കാണിച്ച സ്നേഹം കള്ളമാണെന്ന് ആനന്ദേട്ടൻ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇത് സ്നേഹത്തിൻ്റെ കാര്യമല്ല മീനു, വിശ്വാസത്തിൻ്റെയാ. ഒരാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അതേ വ്യക്തിയെ വിശ്വസിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എനിക്ക് ഒരിക്കലും പറ്റത്തുമില്ല. ഇനിയും ദേവി ഒത്തൊരു ജീവിതം എനിക്ക് സാധിക്കില്ല. അവൾ ചെയ്ത എല്ലാം ഞാൻ ക്ഷമിക്കാം. പക്ഷേ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും അടുപ്പിച്ച് നിർത്താൻ നിങ്ങൾ ആരും ശ്രമിക്കരുത് എന്നും പറഞ്ഞിട്ട് ആനന്ദ് കയറി പോവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ആകാശ് മീനുവിനോട് വിളിച്ചിട്ട് പറയും, ഇനി ഒന്നും സംസാരിക്കേണ്ടെന്ന്. പക്ഷേ ഇതിങ്ങനെ വെറുതെ വിടാൻ മീനു ഒരുക്കമല്ല. താൻ എന്തിനും ഏതിനും ഏടത്തിയുടെ കൂടെ തിന്നു നിൽക്കും എന്നൊരു തീരുമാനത്തിൽ മീനുവും എത്തിച്ചേരുകയാണ് കേട്ടോ. പക്ഷേ ഏടത്തെ വിളിച്ച് എന്ത് പറയണോ എന്നറിയാതെ ആകെ ടെൻഷനോട് കൂടിയാണ് നമ്മുടെ മീനു നിൽക്കുന്നത്. പക്ഷേ ദേവിയോട് നാളെ നേരിട്ട് പോയി ഇതിനെപ്പറ്റി സംസാരിക്കാൻ മീനു തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ കേട്ടോ. അപ്പം എല്ലാവർക്കും